നല്ല അടിപൊളി രുചിയുള്ള ഒരു മീൻകറി നമുക്കുണ്ടാക്കാം. നെമ്മീനാണ് ഞാൻ ഇതിനായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഏത് മീൻ വെച്ചും നമുക്ക് ഈ കറി ഉണ്ടാക്കാം. അതിനായിട്ട് ആദ്യം തന്നെ മീൻ നന്നായി ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെക്കണം. അതിനുശേഷം നമുക്ക് വഴറ്റാനുള്ള സാധനങ്ങൾ തയ്യാറാക്കാം. ഞാൻ ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കരിവേപ്പില ഇത്രയും വൃത്തിയാക്കിയിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഒരു ചട്ടി അടുപ്പിൽ വെച്ച് ചൂടാകുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. മീൻ കറി വെക്കാൻ എപ്പോഴും നല്ലത് വെളിച്ചെണ്ണ തന്നെയാണ്. എണ്ണ ചൂടാവുമ്പം ഉലുവയും വെളുത്തുള്ളിയും ഇഞ്ചിയും ഇട്ട് കൊടുക്കാം. അതിനുശേഷം ചെറിയ ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇളക്കാം. കുറച്ച് കറിവേപ്പിലയും പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ 3 സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 2.5 സ്പൂൺ മല്ലിപ്പൊടിയും 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുമാണ് എടുത്തിട്ടുള്ളത്. അത് നമുക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കാം. നന്നായി മൂക്കുന്നത് വരെ ഇളക്കി കൊടുക്കണം. അരപ്പ് നന്നായി മൂത്തില്ലെങ്കിൽ ഒരു പച്ച മണം ഉണ്ടാവും, കറിക്കൊരു ടേസ്റ്റും ഉണ്ടാവില്ല. പുളി ഞാൻ വാളംപുളിയാണ് എടുത്തിരിക്കുന്നത്. നന്നായി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. തീ കുറച്ച് വെച്ചിട്ട് നന്നായി ഇളക്കി കൊടുക്കണം. നല്ലൊരു മണം വരുന്നത് വരെ ഇളക്കാം. ഒരു തക്കാളിയും കൂടി ചേർക്കാം. ഇപ്പം അരപ്പ് നന്നായിട്ട് മൂത്തിട്ടുണ്ട്, നല്ലൊരു മണം വരുന്നുണ്ട്. അപ്പം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം ചേർക്കണം, ഉപ്പും ചേർക്കണം. കറി നന്നായിട്ട് വെട്ടിത്തിളയ്ക്കുമ്പോൾ നമുക്ക് മീനിട്ട് കൊടുക്കാം. അതിന് മുന്നേ നമുക്ക് കുറച്ച് കറിവേപ്പില നിരത്തി വെക്കാം. അതിന് മുകളിലോട്ട് മീൻ വെച്ച് കൊടുക്കാം. മീനെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് മുകളിലും കുറച്ച് കറിവേപ്പില നിരത്തി വെക്കാം. കറിവേപ്പിലയുടെ മണവും രുചിയും ഇറങ്ങിക്കഴിയുമ്പം കറിക്ക് നല്ല ടേസ്റ്റാണ്, അസാധ്യ ടേസ്റ്റാണ്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞിട്ട് ഒരു മൂടി വെച്ച് അടച്ച് വേവിക്കണം. കുറച്ച് കഴിയുമ്പം ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മീൻ ഉടയാതെ ഇളക്കി നോക്കണം. അതിനുശേഷം വീണ്ടും അടച്ച് വെച്ചിട്ട് കുറച്ച് നേരം കൂടെ വേവിച്ചിട്ട് നല്ലൊരു മണവും എണ്ണയും ഒക്കെ തെളിഞ്ഞ് വരുമ്പം ഉപ്പ് പാകത്തിനുണ്ടോ എന്ന് നോക്കണം. ഇപ്പോൾ കറി റെഡി ആയിട്ടുണ്ട്. നല്ല മണമാണ്, നല്ല മണവും ടേസ്റ്റും ഉള്ള കറിയാണ്. അസാധ്യ രുചിയാണ്. എല്ലാവരും ഇതുപോലൊന്ന് വെച്ച് നോക്കണം. എല്ലാവർക്കും ഈ കറി ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.